കെ പ്രവീൺകുമാർ DCC പ്രസിഡന്റ് ടെലിഫോൺ ലൈനിലുള്ള DCC പ്രസിഡന്റാണ്. പ്രവീൺകുമാർ, ഇപ്പോൾ കേട്ടല്ലോ സനോജ് പറഞ്ഞത്. ഇപ്പോൾ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോഴും പോലീസ് പറഞ്ഞിരുന്നത് അവിടെ ടിയർ ഗ്യാസ് പ്രയോഗം മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ ലാത്ത് പ്രയോഗിക്കുന്നു, ഷാഫിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഷാഫിയുടെ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി അടുത്ത നടപടി എന്താണ്? ഇപ്പോൾ ഷാഫിയും അങ്ങും അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പൊന്നും ആരും ബോധറിയുന്നില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മുമ്പ് കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുന്നു. അവിടുത്തെ CKG ഗവൺമെന്റ് കോളേജിലെ SFIന്റെ കുത്തക തകരുന്നു. അതിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നു UDF. ആ പ്രകടനത്തെ പോലീസ് നോക്കി നിൽക്കെ CPM ഗുണ്ടകൾ ആക്രമിക്കുന്നു. പോലീസ് ഒരാളുടെ പേരിലും കേസെടുത്തില്ല. ഞങ്ങളുടെ പ്രകടനത്തെ കടന്നുപോകാൻ അനുവദിച്ചില്ല. അതിന്റെ പേരിൽ ഇന്നലെ പ്രാദേശിക ഹർത്താലായിരുന്നു പേരാമ്പ്രയിൽ. ഇന്നലെ വൈകിട്ട് പ്രകടനം നടത്താൻ UDF പോലീസോട് പെർമിഷൻ ചോദിക്കുന്നു. 5 മണിക്ക് LDFന്റെ പ്രകടനമുണ്ട്, 6 മണിക്ക് നടത്തിക്കൊള്ളു പറയുന്നു. UDF സമ്മതിക്കുന്നു. 5 മണിക്ക് പേരാമ്പ്ര തെരുവിലൂടെ LDFന്റെ പ്രകടനം നടന്നു പോകുന്നു. പോലീസ് അതിന് സംരക്ഷണം ഒരുക്കുന്നു, എസ്കോർട്ട് കൊടുക്കുന്നു. എവിടെയും തടയുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അനുവദിച്ച സമയത്ത് 6 മണിക്ക് ഞങ്ങളുടെ പഠനം ആരംഭിക്കുന്നു. അത് ബസ് സ്റ്റാൻഡ് മുമ്പിൽ തടയുകയാണ്. ഞാനും ഷാഫി പറമ്പിലും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നില്ല. ഞങ്ങൾ മറ്റൊരു യോഗത്തിൽ കൊയിലാണ്ടിയിലായിരുന്നു. അപ്പോഴാണ് മുമ്പത്തെ ദിവസം സംഘർഷമുണ്ടായ പേരാമ്പ്രയിൽ വീണ്ടും സംഘർഷമുണ്ട്, പോലീസും പ്രവർത്തകരുമായി ഏറ്റുമുട്ടുമോ എന്ന ഭയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ ഞാനും അവിടെ ഓടിയെത്തി പ്രവർത്തകരെ സമാധാനപരമായി പിരിഞ്ഞു വെക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ DYSP സംസാരിച്ചു. എന്നോട് പറയാൻ, ഞാൻ എന്തുകൊണ്ട് ഈ പ്രകടനത്തിൽ തടയുന്നു? അപ്പൊ എന്നോട് പറയുകയാണ്, അതാ നോക്കൂ നിങ്ങൾ, 50ഓളം CPMകാർ ആയുധങ്ങളുമായി നിൽക്കുകയാണ്. അവിടെ പോയാൽ അക്രമം ഉണ്ടാവും. അത് കഴിഞ്ഞ് CPM ഓഫീസുണ്ട്, അവിടെ പോയാൽ കല്ലേറ് കിട്ടും. ഒരു പോലീസുകാരൻ പറയുകയാണ്, ഇത്ര നാണം കെട്ട രീതിയിലേക്ക് പോലീസ് അതപ്പിച്ചത് ആലോചിക്കണം. അവിടെ നിന്ന് അപ്പൊ ഞങ്ങൾ പറയും, അതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കണമോ? അവസാനം പറഞ്ഞ് ഞങ്ങൾ ഇവരെ പ്രശ്നങ്ങൾ വേണ്ട, ഇനി വീണ്ടും അക്രമങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയിലാണ് ഷാഫിക്ക് മർദ്ദനം വെക്കുന്നത്. ആദ്യം തലക്കടിച്ചു, 3 തവണയാണ് മൂക്കിലടിച്ചത്. 2ാം തവണ രക്തം വന്നു. അത് കഴിഞ്ഞ് ഗ്രാനേഡ് എറിഞ്ഞു. ഞാനൊക്കെ 15 മിനിറ്റ് ശ്വാസം കിട്ടുന്ന ബുദ്ധിമുട്ടി. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് ഞങ്ങൾ. നിയാസ് എന്ന പ്രവർത്തകർ പരിക്കേറ്റു. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ അടുത്ത വിഷ്വൽ കാണല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയേതര കേസുള്ള ഏതെങ്കിലും ഒരുത്തരെ ഈ CPM കാണിക്കട്ടെ അതിനകത്ത്. അപ്പോൾ രാഷ്ട്രീയേതര കേസിൽ പ്രതിയായ ഏതെങ്കിലും ഒരുത്തരെ അതിൽ കാണിക്കട്ടെ. പിന്നെ പറയുക ഷോ ആണെന്ന്. എന്ത് ഷോ? പരിക്ക് പറ്റി, മൂക്കിന്റെ 2 എല്ല് പൊട്ടി, സർജറി കഴിഞ്ഞ് ICU കിടക്കുന്ന മനുഷ്യനാണോ ഷോ കാണിക്കുന്നത്? ഇത് ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറെ തോൽപ്പിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് CPMന്റെ പ്രൊവോക്കേഷൻ. അതിന് തുടർച്ചയാണിത്. പോലീസുകാർ ഇന്നലെ റൂറൽ SP പറഞ്ഞല്ലോ, ഏറ്റവും ആകെ പിന്നെ നാണം കെട്ട SP പറഞ്ഞല്ലോ, പോലീസ് മർദ്ദിച്ചിട്ടില്ല, ലാസ്റ്റ് ഉണ്ടായില്ലെന്നത്. ഇന്ന് വിഷ്വൽ മീഡിയയിലെ പുറത്തുവിട്ടത്. ഞാൻ ആ സമയത്ത് പറഞ്ഞു, എന്റെ മുമ്പിൽ നിന്നാണ് തല്ലിയത്, ഐ വാസ് ദ ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ലല്ലോ. ഇന്നിപ്പോ അത് വന്നല്ലോ, വിഷ്വൽ പുറത്തു വന്നല്ലോ. അതായത് ഷാഫിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് അടിക്കുകയായിരുന്നു. അതിപ്പോൾ അദ്ദേഹം വളരെ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ സർജറി കഴിഞ്ഞുള്ള നിരീക്ഷണത്തിലാണ്. ശരി പ്രവീൺകുമാർ, ഇനി നിങ്ങളുടെ പ്രതിഷേധം ഇനി ഏത് രൂപത്തിലാണ്? ഇപ്പോൾ ഞങ്ങൾ 9:30 മണിക്ക് 10 മണിക്കുള്ളിൽ ഈ IGP ഓഫീസിന് മുമ്പിൽ ഞങ്ങൾ നേതാക്കളുടെ പ്രതിഷേധ സംഗമമുണ്ട്. വിപുലമായ പ്രതിഷേധ സംഗമം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പേരാമ്പ്രയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പങ്കെടുക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ്. കാരണം പേരാമ്പ്രയുടെ മണ്ണൊന്നും ഒരു ഗുണ്ടകൾക്കും തീരെഴുതി കൊടുക്കാൻ UDF അനുവദിക്കില്ല. ആ ഗുണ്ടകൾക്ക് പോലീസ് കൂട്ടുനിൽക്കുകയാണെങ്കിൽ പോലീസിന്റെ നയത്തെ ഞങ്ങൾ പ്രതിരോധിച്ചിരിക്കും. ഇതിപ്പോൾ എത്ര പ്രവർത്തകർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പ്രവീൺകുമാർ? 8 പ്രവർത്തകർ. നിങ്ങൾ അറിയുമോ, പിന്നെ ഈ സംഭവം ഉണ്ടായി കോഴിക്കോട്. ഇന്നലെ ഇവിടെ പേരാമ്പ്രയിൽ ഞങ്ങൾ ജയിച്ചതാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞങ്ങൾ തോറ്റതാണ്. ആ തോറ്റ പ്രവർത്തകരെ ഇവരടിച്ചു, പുറത്തുള്ള DYSP വന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന KSU പ്രവർത്തകരെ രാത്രി 1 മണിക്ക് വന്ന് നഗരത്തിലെ CPM ഗുണ്ടകൾ അവിടെ വെച്ച് മർദ്ദിച്ചു. അതൊരു പുതിയ സംഭവമാണ്. ഇവർ പോലീസിനെ ഉപയോഗിച്ച് പരാജയപ്പെട്ടാലും വിജയിച്ചാലും
അക്രമം തൊഴിച്ചുവിട്ട് നിലവിലുള്ള കേരള രാഷ്ട്രീയത്തിലെ സ്വർണം കടത്തും ശബരിമലയിലെ സ്വർണം കെട്ടതുമൊക്കെ മറച്ചു വെക്കാനുള്ള ഇവരുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. ശബരിമലയിലെ സ്വർണം കെട്ടുന്ന പ്രതിഷേധവും ഞങ്ങൾ ശക്തമാക്കും. ഇതിന് ഈ അതിക്രമ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള KSU MSFകാർക്കുള്ള അക്രമങ്ങളും ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ഇതിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കുക അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുന്നുണ്ടോ? ഈ പ്രകടനങ്ങൾ മാത്രമാണോ? എന്ത് മുഖ്യമന്ത്രിയുടെ പ്രതിഷേധം? ഈ മുഖ്യമന്ത്രിയുടെ അല്ലേ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത്? ആ മുഖ്യമന്ത്രി ഞാൻ ഇപ്പൊ തന്നെ ഒരു DYFI സംസാരിച്ച് കേട്ടു. ഞാൻ കരുതി ആദ്യം ഞാൻ സംസാരം കേട്ടപ്പോൾ ഞാൻ കരുതി അദ്ദേഹം കേരള പോലീസിന്റെ വക്താവാണെന്ന്. ഈ DYFIക്ക് ഒരുപാട് സമരം ചെയ്തല്ലേ, സമരം ചെയ്ത സംഘടനയല്ലേ? അവരൊക്കെ ഈ പോലീസിനെ അക്രമത്തെ ന്യായീകരിക്കുക മാത്രമല്ല പോലീസിനെ ഉപയോഗിച്ച് എതിരാളികളെ മർദ്ദിക്കുന്നതിലേക്ക് CPM DYFI മാറിയില്ലേ? കേരളത്തിൽ ഇപ്പോൾ CPM ക്രിമിനലുകൾക്കാൾ പേടിക്കേണ്ടത് പോലീസ് ക്രിമിനലാണ്. CPM ക്രിമിനലുകളും പോലീസിനകത്തെ ക്രിമിനലുകളും UDFകാരെ ആക്രമിക്കുവാൻ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി പ്രവീൺകുമാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പോലീസ് വാദം പൊളിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഫി പറമ്പിലിന്റെ തലയ്ക്കടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. പോലീസ് ഷാഫിയാണെന്ന് അറിഞ്ഞിട്ടും 3 തവണ ലാത്തി വീശുന്നുണ്ട്. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിലിന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ ആശുപത്രി